റാപ്പർ വേടൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് മുഖ്യമന്ത്രിക്ക് പരാതിയുമായി രണ്ട് യുവതികൾ രംഗത്ത് വന്നു. നേരിട്ടെത്തിയാണ് കഴിഞ്ഞ ശനിയാഴ്ച അവർ പരാതി കൊടുത്തത്. വാർത്ത വേറെയൊന്നുമല്ല, ഞാൻ വാർത്തയെന്ന് കാണിക്കതണ്ട്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വേടൻ എന്തിനാണ് പേടിക്കുന്നത്? വേടൻ എന്തുകൊണ്ടാണ് നിയമത്തിന് മുമ്പിൽ വന്ന് തന്റെ സത്യാവസ്ഥ പുറം ലോകത്തോട് പറയാത്തത്? ഈ കേസുകൾ മാത്രം മുന്നോട്ട് വരുന്നു എന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റോപ്പ് ഈ കേസിന് സംഭവിക്കാത്തത് എന്നുള്ളതാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വിഷയം ഗൈസ്, വൈകുന്നേരമായപ്പോഴത്തേനും ഒരു വാർത്ത കേട്ടു. ആ വാർത്തയെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ആകപ്പാടെ എനിക്ക് കിളിയൊക്കെ ജസ്റ്റ് പറന്നുപോയി. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ആക്ച്വലി ഇരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വാർത്ത ഞാനൊന്ന് ആദ്യം വെച്ചിട്ട് സംസാരിക്കാം. വാർത്ത വേറെയൊന്നുമല്ല, ഞാൻ വാർത്തയെന്ന് കാണിക്കതണ്ട്. നിങ്ങൾക്ക് വ്യക്തമാവോന്ന് അറിയത്തില്ല, മിറർ ആയോണ്ട് ഫ്ലിപ്പായിട്ടാ കാണുന്നത്. വേടന്റെ കേസാ. റാപ്പർ വേടൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് മുഖ്യമന്ത്രിക്ക് പരാതിയുമായി രണ്ട് യുവതികൾ രംഗത്ത് വന്നു. നേരിട്ടെത്തിയാണ് കഴിഞ്ഞ ശനിയാഴ്ച അവർ പരാതി കൊടുത്തത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന ദിവസം കൂടിയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, പുതിയ പരാതികൾ വരികയാണോ വേടനെതിരെ? റാപ്പർ വേടന് കുരുക്ക് മുറുകയാണ്. വേടനെതിരെ പുതിയ പരാതികൾ വരികയാണോ? എന്തുവാടെ ഇത്? അടങ്ങാതെ ഒടുങ്ങാതെ വേടൻ ഇത് ഓടി നടന്ന് എന്തുവാ ഈ പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് മനസ്സിലാവുന്നില്ല. പുള്ളി പാട്ടുപാടാൻ മാത്രമല്ലേ നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ടും, ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ വട്ടം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ അത് പറയുന്നുണ്ടായിരുന്നു. വേടൻ ഭയങ്കരമായിട്ടും എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. ഇങ്ങനെ ഓരോ വാർത്തകൾ വരുമ്പോഴും അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഓരോ വാർത്തയിലും ഈ വേടൻ എന്തുകൊണ്ടാണ് മുന്നോട്ട് വന്ന് തന്റെ നിരപരാധിത്വം പറയാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഓരോ തവണ അദ്ദേഹം പറഞ്ഞത് എന്റെ ജീവിതം നശിപ്പിക്കുവാനായിട്ട് സ്ത്രീകൾ കെട്ടിയൊരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ആ ഒരു ന്യൂസ് നമുക്ക് എല്ലാവർക്കും ഒരു ഡോക്ടർ ഇതുപോലെ മുന്നോട്ട് വന്നിട്ട് വേടനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അതിൽ വേടൻ ഒളിവിലാണെന്ന് ഈ ഒരു ഇടയ്ക്ക് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വാർത്ത. ഇതെന്തുകൊണ്ടാണ് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഈ ഒരു പ്രത്യേകത എന്നുള്ളത് കാര്യം നമ്മൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് ഗൈസ്. നിങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇപ്പൊ എന്റെ ചിന്താഗതി ആയിരിക്കത്തില്ല നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക്. എന്തുകൊണ്ടായിരിക്കും വേടൻ എന്ന് പറഞ്ഞു? കാരണം അദ്ദേഹത്തെ കുറിച്ച് വളരെ അദ്ദേഹം മുന്നോട്ടൊരു കാര്യം പറയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ മുന്നോട്ടൊരു കാര്യം തെളിഞ്ഞു വരാത്തിടത്തോളം കാലം നമുക്കിപ്പം മനസ്സിൽ പല സംശയങ്ങളും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇമേജിനെ ബാധിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് തോന്നുന്നുണ്ട്. ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പബ്ലിക് ഫിഗർ ഒരിക്കലും വെട്ടിത്തുറന്ന് പറയാൻ നമ്മൾ ഒരിക്കലും ആളല്ല. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം ആരോപണങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വീണ്ടും രണ്ട് യുവതികൾ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരാതിയുമായിട്ട്? എന്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന് നിരപരാധിത്വം എന്നൊരു കാര്യം അദ്ദേഹത്തിന് മേലുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്ന് സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവാതെ പോണേ. വേടന് കുരുക്ക് മുറുകയാണ്. രണ്ട് ലൈംഗിക അതിക്രമ പരാതികളാണ് വേടനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ഈ പരാതി ലഭിച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പ് രണ്ട് യുവതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകിയതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2020-ലും 2021-ലും ഈ സംഭവങ്ങൾ നടക്കുന്നതെന്നാണ്. 2020, 2021 കാലഘട്ടത്തിൽ നടന്ന ഒരു പരാതി. ആ രണ്ട് കാലഘട്ടത്തിൽ നടന്ന ഇങ്ങനെ നടന്ന രണ്ട് വിഷയങ്ങൾ. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് വേടന്റെ അടുത്ത് സംഗീതം പഠിക്കുവാനായിട്ട് വന്ന കുട്ടികളെയാണ്. അതായത് അറിവ് ഗ്രഹിക്കുവാൻ വേണ്ടി വേടന്റെ അടുത്ത് വന്ന രണ്ട് കുട്ടികളാണ് ഇപ്പൊ ഈ ഒരു പരാതിയിൽ അവർക്ക് ഇപ്പം ഈ ഒരു 2025 ആകുമ്പോഴത്തേനും ഇങ്ങനെ അദ്ദേഹത്തിന്റെ എതിരെ ഒരു പരാതിയുമായി നിൽക്കേണ്ട സാഹചര്യത്തിൽ അവർക്ക് എത്തിപ്പെടേണ്ടി വന്നു. അതായത് അദ്ദേഹത്തിന്റെ അടുത്ത് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട അറിവ് നേടാനായി പോയ കുട്ടികളാണെന്ന് ഈ വാർത്ത പറയുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഈ വീഡിയോ വേടന്റെ ആരാധകർ കാണുന്നവരുണ്ടാവും, പക്ഷെ വേടനെ വിരോധിക്കുന്നവരുണ്ടാവും. എന്നിരുന്നാലും ഞാൻ വേടനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരുപാട് കേൾക്കുന്ന ഒരാളാണ്. അദ്ദേഹം വളർന്ന സാഹചര്യം, കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ഇൻസ്പയർ ആവാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു നിരപരാധിയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വരാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇതിനു മുമ്പ് ആ ഡോക്ടറെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, സ്ത്രീകൾക്ക് നീതി എന്നൊരു കാര്യം ഒരു പക്ഷെ ഇതിൽ വേടൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലേ, വേടന്റെ പണവും ഇമേജും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പണവും പ്രതാപവും
ഈ പറയുന്ന ആരോപിക്കപ്പെടുന്ന സ്ത്രീകളുടെ നീതിക്ക്, അവർക്ക് അർഹതപ്പെട്ട നീതിക്ക് മേലെയാണോ? അതുകൊണ്ടാണോ അദ്ദേഹത്തെ പിടിക്കപ്പെടാതെ പോകുന്നത് എന്നുള്ള കാര്യം? എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ ഒരാളാണെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കെതിരെ ഒരു നോക്കിയാല് ഒന്നും വിരളനക്കി ഇന്നത്തെ കാലത്ത് ഏതവനെയും പിടിച്ചുകൊണ്ട് പോകുന്ന ഈ നിയമ സംവിധാനം എന്നുള്ളത്? എന്തുകൊണ്ടാണ് വേടന് മേലെ മാത്രം എന്താണ് നിയമം ഇത്രയും? വേടൻ ഒളിവിലാണെന്ന് പറയുന്നു, അദ്ദേഹത്തെ അറിയത്തില്ല. ഇപ്പം വേടൻ മുന്നോട്ട് വന്നിട്ടില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ. ഈ ഒരു 2 പരാതി വരുമ്പോൾ പോലും അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല, അദ്ദേഹം കീഴടങ്ങിയിട്ടില്ല, അദ്ദേഹം തന്റെ നിരപരാധിത്വം പറയാനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇപ്പം പണവും പ്രതാപവും ഉള്ള ഒരാൾക്ക് അല്ലേ, അത് നിയമ സംവിധാനം ഒരിക്കലും അവരെ തൊടത്തില്ല എന്ന് ചിന്തിക്കേണ്ടി വരുന്നു ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ. പരാതിയിലുള്ളത് സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ആയതുകൊണ്ട് അത് ഒരെണ്ണം എറണാകുളം ജില്ലയിൽ ഒരെണ്ണം തൃശ്ശൂർ ജില്ലയിലേക്കുമാണ് കൈമാറാനുള്ള സാധ്യത. ഈ 2 ജുറിസ്ഡിക്ഷനിൽ ഇങ്ങനെ ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന്റെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തൊക്കെയാണെന്നാലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് യുവതികൾ പരാതി കൊടുത്തു എന്നുള്ളതാണ്. ഈ ഓരോ കേസ് വരുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഈ കഴിഞ്ഞ കാലത്ത് അതായത് 2021-22 കാലഘട്ടത്തിലാണ് ഈ ഒരു കേസ് നടന്നേക്കുന്നത്. ആ ഡോക്ടറുടെ കേസിലും ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ അന്ന് ചോദിച്ച ചോദ്യം ഇവിടെയും ഉന്നയിക്കേണ്ടി വരുന്നു. കാരണം അത്രയും വർഷം ഈ യുവതികളൊക്കെ എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് വേടൻ പലയിടത്തും പറയുന്നത്, ഇപ്പൊ എനിക്കൊരു ഇമേജ് ആയപ്പം എന്നെ, അല്ലെങ്കിൽ അന്ന് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരുന്നവർ ഇപ്പൊ എന്റെ ഇമേജ് തകർക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളും ഞാൻ എന്റെ പല വാർത്തകളും കേട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് വന്ന് ഒരു കാര്യവും പറയാത്തിടത്തോളം കാലം നമുക്ക് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയാനും പറ്റത്തില്ല. ഈ കഴിഞ്ഞ കേസിലും വേടനെ കാണാനില്ല, ഈ കേസിലും വേടൻ മുന്നോട്ട് വരുന്നില്ല. എനിക്കറിഞ്ഞില്ല ഈ ഇത്രയധികം കേസുകൾ കൂട്ടി വെച്ചിട്ട് അല്ലേ ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരുന്ന സാഹചര്യം ഇപ്പൊ കാണേണ്ടി വരികയാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, വാർത്തകൾ കേൾക്കുന്നു, ഇനി ഓരോ വാർത്തകൾ ഓരോ ദിവസവും വരുന്നു. ഇനി എത്ര വാർത്തകൾ മുന്നോട്ട് വരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരിക്കലും അദ്ദേഹം കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ തെളിവുകൾ മുന്നോട്ട് വരാതെ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വന്നൊരു കാര്യം പറയാതെ, അല്ലെങ്കിൽ കേസ് തെളിയിക്കപ്പെടാതെ ഒരിക്കലും അദ്ദേഹം കുറ്റക്കാരനാവുന്നില്ല. സാഹചര്യത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങള്, എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇപ്പൊ എപ്പോഴേ നിയമം അദ്ദേഹത്തിന്റെ കയ്യിലെടുത്ത് വേടന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക പരിഗണന, അത് പൈസ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം, അവിടെ നിയമം അതിന് താഴെയായി പോകുന്നോ എന്നൊരു ചോദ്യമാണ്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു പ്രത്യേക ഒരു ഉത്തരവൊന്നും പറയുന്നില്ല. നിങ്ങൾ കേൾക്കുന്നവർക്ക് പല അഭിപ്രായം പറയാനായിട്ടുണ്ടായിരിക്കും. ഗൈസ്, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നമുക്ക് വേടന്റെ ആരാധകർക്ക് അല്ലെങ്കിൽ ആശ്വാസമാകുന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഗൈസ്, പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.